കള്ളപ്പണ ഇടപാടിനെ തുടർന്ന് ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചതിനെ പ്രതിരോധിക്കാൻ ദുർബല വാദങ്ങളുമായി CPM. സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി BJPയും കേന്ദ്ര ഏജൻസികളും ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് ആദായനികുതി വകുപ്പിന്റെ നടപടിയെന്നാണ് പാർട്ടിയുടെ വാദം. 98-ൽ ആരംഭിച്ച അക്കൗണ്ട് നിയമവിധേയമായാണ് തുടങ്ങിയതെന്നാണ് പാർട്ടിയുടെ വിശദീകരണം. എന്നാൽ പാർട്ടി അക്കൗണ്ടിലേക്ക് എത്തിയ പണത്തിന്റെ ഉറവിടം വെളിപ്പെടുത്താൻ CPMന് ഇപ്പോഴും സാധിച്ചിട്ടില്ല. ഇതാണ് പാർട്ടിയുടെ വാദങ്ങളെ ദുർബലമാക്കുന്നത്. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് സമീപമുള്ള ബാങ്ക് ശാഖയിലാണ് പാർട്ടിയുടെ രഹസ്യ അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്നത്. ഈ പണത്തിന്റെ സ്രോതസ് ആദായനികുതി വകുപ്പിനോട് വ്യക്തമാക്കാൻ കഴിയാതിരുന്നതാണ് മരവിപ്പിക്കലിലേക്ക് നയിച്ചത്. പാർട്ടി രഹസ്യമായി സൂക്ഷിച്ചിരുന്ന അക്കൗണ്ടിന്റെ വിവരങ്ങൾ കേന്ദ്ര ഏജൻസിക്ക് കിട്ടിയതിലും CPM നേതൃത്വം പരിഭ്രാന്തിയിലാണ്. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് അക്കൗണ്ട് വിവരങ്ങൾ ചോർന്നിരിക്കുന്നത്. CPMലെ വിഭാഗീയതയുടെ ഭാഗമായാണ് ഇതെല്ലാം പുറത്തേക്ക് വരുന്നത്. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ ED ചോദ്യം ചെയ്യുന്ന സമയത്ത് തന്നെ ബാങ്ക് ശാഖയിൽ റെയ്ഡ് നടത്തിയതും പാർട്ടിയെ ഞെട്ടിച്ചിട്ടുണ്ട്. പൊതുമേഖലാ ബാങ്കുകളിലും സഹകരണ സ്ഥാപനങ്ങളിലും ഇതുപോലെ രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് വിവരം. കരുവന്നൂർ തട്ടിപ്പിൽ ED അന്വേഷണത്തെ തുടർന്ന് 5 രഹസ്യ അക്കൗണ്ടുകൾ പാർട്ടിക്ക് ഉണ്ടായിരുന്നതിന്റെ വിശദാംശങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചത് പാർട്ടി സംസ്ഥാന നേതൃത്വത്തെയും വെട്ടിലാക്കിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളോട് ശരിയായ വിശദീകരണം നടത്താൻ പോലും കഴിയാതെ അപഹാസ്യരായിരിക്കുകയാണ് സംസ്ഥാന നേതൃത്വം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് അക്കൗണ്ട് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിശദീകരണം. അക്കൗണ്ടിലെത്തിയ പണത്തിന്റെ ഉറവിടം വെളിപ്പെടുത്താൻ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല.